Dear students, welcome to English class. Today it is Project Tiger by Satyajit Rai, 10th standard, part 3. മാഷി രണ്ടാമത്തെ തവണയാണ് ഇത് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് യു ദ യൂട്യൂബ് ക്ലാസ് ടേക്കൻ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് സ്കൂളുകൾക്കും വേണ്ടി എടുത്തു കൊടുത്ത പാഠമായിരുന്നത്. അത് ഓൾറെഡി നൽകിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടി വിശദമായ പഠനത്തിന് വേണ്ടി പാരാ ബൈ പാരാ വീണ്ടും റിവൈസ് ചെയ്യുകയാണ്. ദെൻ കം ടു ദി ലെസൺ. Para 5. Every animal in a Hollywood film is well trained. ഹോളിവുഡ് സിനിമയിൽ ഓരോ മൃഗവും either it is an animal or it is a bird or it is a snake എഴുതി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പാമ്പുകളെയൊക്കെ വെച്ച് അന്നാക്കൊണ്ട മാതിരിയുള്ള സിനിമ. ജുറാസിക് പാർക്ക് ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യൽ ദിനോസർ ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ജീവികളെ വെച്ചുകൊണ്ടാണ്. ഇനി മനുഷ്യനല്ലാത്ത സങ്കല്പത്തിൽ അവതാർ മാതിരിയുള്ള പറക്കുന്ന മനുഷ്യനൊക്കെ അല്ലെങ്കിൽ സ്പൈഡർമാൻ മാതിരിയുള്ള, അതായത് അവരേത് സിനിമ എടുത്താലും അതിൻ്റെ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ കഥ എന്ന അവസ്ഥയ്ക്കപ്പുറത്തേക്ക് ദൃശ്യം എന്ന രീതിയിലേക്ക് നമ്മളത് കണ്ടു ഇരിക്കുന്നതും അത് ലോകം മുഴുവൻ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും. അതുകൊണ്ട് എവരി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം എന്നാ പറയുന്നത്. ഹോളിവുഡ് സിനിമയിലെ ഓരോ മൃഗവും വളരെ ട്രെയിൻഡ് ആണ്, പരിശീലനം ലഭിച്ചവയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിരയെയോ ഒരു നായയെയോ ഒക്കെ അപ്രകാരം പരിശീലിപ്പിക്കുക അവർക്ക് ഏറെ പ്രയാസകരമല്ല. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. അവർ വിഷമമുണ്ടെന്നല്ല പറയുന്നത്, അതത്ര പ്രയാസമുള്ള കാര്യമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ട്രെയിൻഡ് റാവൻസ് RAVENS black crow like bird, കറുത്ത കാക്കയെ പോലുള്ള പക്ഷി, കാക്കയേക്കാൾ അല്പം കൂടി ഒരു വലിപ്പമാണ്, അതാണ് റാവൻസ്. അപ്പം ഈ റാവൻസിന്റെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഈ വലിയ തരത്തിലുള്ള കാട്ടുകാക്കകളെ വെച്ചുകൊണ്ടുള്ള ഫിലിമിനെ പറ്റി നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? RAVENS. അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. നോക്കൂ, ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഹോളിവുഡിൽ ഇതും സാധ്യമാക്കി. വാട്ട് എന്ത്? ഈവൻ എ ഫിലിം prepared, made by using the ravens. അഥവാ ആ പടത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ പക്ഷികളും പെടും, പലതരത്തിലുള്ള പക്ഷികൾ. അതാണ് ആ സിനിമയുടെ പ്രമേയം. നോക്കൂ, അതിന് ആ പേരൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ എന്ന് പറഞ്ഞാൽ മേക്ക് പോസിബിൾ, സാധ്യമാക്കുക. മേക്ക് പോസിബിൾ, സാധ്യമാക്കുക. അതും സാധ്യമാക്കിയവര് they made it possible. നോക്കൂ, made it possible in Hollywood when the creator of some of the best suspense films, സസ്പെൻസ് എന്താണ്? ആകാംക്ഷ നിലനിർത്തുന്നത്. ഹാവിംഗ് അൺഎക്സ്പെക്ടഡ് ഇൻസിഡൻസ്.
അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സസ്പെൻസ്. നമ്മൾ പറയില്ല അതിന് സസ്പെൻസ് പുറത്തു വിടില്ല എന്ന് പറയും. എന്താ സസ്പെൻസ്? അതെങ്ങനെ അവസാനിക്കുന്നു, ക്ലൈമാക്സ് അങ്ങനെ അവസാനിക്കുന്നു, അതിന്റെ പരിണിത ഫലം എന്താണ്, അതിന്റെ പരിണാമം എന്താണെന്ന് അറിയാൻ കഴിയില്ല. ഇത്തരം സസ്പെൻസ് ഫിലിം എടുക്കുന്ന കാര്യത്തിൽ അവർ വളരെ മുന്നിലാണ്. ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഓർത്തു വെക്കണം, ശരിക്കും ഓർത്തു വെക്കണം. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, വിശ്വ സിനിമയുടെ പിതാവ് എന്ന് വിളിക്കാവുന്ന ആള് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ഇത് ആരെ പറ്റി പറയുന്ന? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ദി ഫിലിം മേക്കർ. അയാളുണ്ടാക്കിയ പടമാണ് ബേർഡ്സ്. അതിലാണ് ബേർഡ്സ് ആർ ആക്ടേഴ്സ്. കണ്ട, ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന വിശ്വപ്രസിദ്ധ സിനിമാ നിർമ്മാതാവിന്റെ ബേർഡ്സ് എന്ന സിനിമയിൽ പ്രധാന ഭാഗങ്ങൾ അഭിനയിക്കുന്ന പലപ്പോഴും പക്ഷികളാണ്. അതായത് ലോകത്തിലെ സർവമാന പക്ഷികളും കൂട്ടം കൂടി ഒരുമിച്ച് ചേർന്ന് അവർക്ക് നാശം ചെയ്യുന്ന മനുഷ്യരെ ആക്രമിക്കുന്നതാണ് പടത്തിന്റെ തീം. മനുഷ്യരെ ആക്രമിക്കുക, പക്ഷികൾ. സാധാരണ മനുഷ്യൻ പക്ഷികളെ ആക്രമിക്കാറാണ്. ഇവിടെ അതല്ല, തിരിച്ചാണ്. നോക്കൂ, are called birds. In the story, birds from all over the world start attacking humans. Kanda. ഈ സിനിമയിൽ, in this film, in the story of the film, the birds all over the world join together to attack human beings, their enemy. അവരുടെ ശത്രുവായ മനുഷ്യനെ ആക്രമിക്കാനായിട്ട് അവരൊക്കെ ഒരുമിച്ച് കൂടുന്നു, മനുഷ്യനെ ആക്രമിക്കുന്നു. ഇതാണ് ബേർഡ്സ് എന്ന സിനിമ. Who built it? Who made it? Who took this film? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ആരാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്? ദ ഫിലിം മേക്കർ. അദ്ദേഹത്തിന്റെ പടത്തിന്റെ പേരെന്താണ്? ബേർഡ്സ്. പടത്തിന്റെ അഭിനേതാക്കൾ ആരാണ്? ബേർഡ്സ് ഓൾ ഓവർ ദ വേൾഡ്. എന്താണ് തീം? ദ ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് join together, get together, assemble together, and they attack the human beings. അവർ പക്ഷികൾ ഒന്നു ചേർന്ന് മനുഷ്യനെ ആക്രമിക്കുന്നു. ഹിച്ച്കോക്ക് needed a variety of birds. Variety means വൈവിധ്യം. VARIET. Variety means വൈവിധ്യം, means different types of. അദ്ദേഹത്തിന് പലതരത്തിലുള്ള പക്ഷികൾ വേണം. അതിൽ ഹോക്ക്, കഴുകൻ വേണം, ഈഗിൾ, പരുന്ത് വേണം, അങ്ങനെയുള്ള പക്ഷികൾ വേണം, ക്രോ വേണം, റാവൻസ് വേണം. ആ റാവൻസിനെയാണ് കിട്ടാനില്ലാത്തത്. നോക്കൂ, then attacking human beings. Hitchcock needed a variety of these birds, but what was required in the largest number was ravens. അതായത് കൂട്ടം കൂട്ടമായിട്ട് പറന്നു വരുന്നതായി കാണിക്കേണ്ടത് റാവൻസിനെയാണ്. കാക്കക്കൂട്ടം വന്ന് അതായത് കാട്ടുകാക്കയുടെ കൂട്ടം വന്നിട്ട് മനുഷ്യനെ കോത്തി പറിക്കുന്ന, അവനെ ഓടിക്കുന്ന ഒരു സീനാണ്. അതിനു വേണ്ടിയിട്ടാണ്. ആൻഡ് ഫ്രം വേർ, എവിടുന്ന് ഈ കാക്കകൾ കെട്ടാനാണ് ഈ കാട്ടുകാക്കകൾ. അതും പരിശീലിപ്പിക്കുക എങ്ങനെയാണ്, അതും അവർ ചെയ്തു. നോക്കൂ, that was ravens. Notices were placed. അതാണ് നമുക്ക് പരീക്ഷിക്കുക. അത്തരത്തിലുള്ള നോട്ടീസ് ഉണ്ട്, ചെറിയ നോട്ടീസ്. Notices were placed in the press all over the United States. അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം പത്രങ്ങൾ, പ്രസ് എന്ന് പറഞ്ഞാൽ പത്രങ്ങളിലൂടെ ഈ നോട്ടീസ് കൊടുത്തു. ആസ്കിംഗ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ how to get hold of trained ravens. So what that great filmmaker did,
എന്താണ് അദ്ദേഹം ചെയ്തത്? He published the news, a notice in the newspaper, in the press. What was it? And requesting ravensine, കാട്ടുകാക്കകളെ, anybody has it, ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? Anybody knows it, from where we will get it? അവയെ എവിടെ നിന്ന് കിട്ടുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? They will get reward. അവർക്ക് റിവാർഡ് കിട്ടും, അംഗീകാരം കൊടുക്കും, അഥവാ അതിന് പ്രതിഫലം കൊടുക്കും. ഇതായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നു. ആരാണ് നോട്ടീസ് പബ്ലിഷ് ചെയ്തത്? ആരാണ്? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ആരാണ്? ദ ഗ്രേറ്റ് ഫിലിം മേക്കർ ഓഫ് USA. ഏതായിരുന്നു പടം? ബേർഡ്സ് ആർ ദി ആക്ടേഴ്സ്. അതിൽ കൂട്ടമായിട്ട് ഏറെ വേണ്ടത് എന്തായിരുന്നു? He wanted a number of ravens. So what he did, അതിന് അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം published the news, a notice in the newspaper. പത്രത്തിലൂടെ അദ്ദേഹം പരസ്യം ചെയ്തു. ഡിമാൻഡിങ് റാവൻസ്. ഒരു പാരഗ്രാഫ് നോക്കാം. 6ാമത്തെ പാര. Someone replied within a few days. ദിവസങ്ങൾക്കുള്ളിൽ ആരോ മറുപടി കൊടുത്തു. He was asked to bring his birds. ഹിച്ച്കോക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പക്ഷികളെയും കൊണ്ടുവരാൻ. And he arrived with almost 100 trained ravens. കണ്ടോ? 100ഓളം അല്ലെങ്കിൽ 100ലധികം പരിശീലനം കൊടുത്ത, നമ്മുടെ പ്രാവിനെയൊക്കെ പരിശീലിപ്പിക്കുന്ന മാതിരി, അല്ലെങ്കിൽ അങ്കക്കോഴികളെ പോരിനായിട്ട്, കോഴിപ്പോര്, അതിന് കോഴികളെ പരിശീലിപ്പിക്കുന്ന മാതിരി ഇവിടെ പരിശീലനം സിദ്ധിച്ച കൊടുത്ത 100 കണക്കിന് റാവൻസുമായിട്ട് അതാ ഒരാൾ വന്നു. അഡ്മിറ്റഡ്ലി, സമ്മതിച്ചേ പറ്റുള്ളൂ. അഡ്മിറ്റ്, അംഗീകരിക്കുക, ഇവിടെ പ്രവേശിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. അഡ്മിറ്റ് മീൻസ് എഗ്രി, ഇത്രയും മതി. മീൻസ് യോജിക്കുക, യോജിപ്പിലെത്തുക, അതാണ് ഇതിന്റെ അർത്ഥം. അതായത് അതുമായിട്ട് യോജിക്കാതെ പറ്റില്ല, സമ്മതിക്കാതെ പറ്റില്ല. അദ്ദേഹം ചെയ്ത് വലിയ കാര്യമാണ്. അതാണ് അഡ്മിറ്റഡ്ലി they are training hard not to go very bad. എന്തല്ല, കാക്കകളാണ്, കാട്ടുകാക്കകളാണ്, റാവൻസ് ആണ് എന്നൊന്നും പറഞ്ഞൊരു കാര്യം വേണ്ട. They are trained. That we have to admit it. അത് കണ്ടാൽ അംഗീകരിച്ചു പോകും. ഇനി എന്താണ് ഇവിടെ അംഗീകരിക്കപ്പെടുന്ന കാര്യം നോക്കൂ. That is to say, they could not do anything that might be seen as extraordinary. അസാധാരണമായിട്ട് പ്രത്യേക അഭിനയൊന്നും കാഴ്ചവെക്കാൻ പട്ടികളെ പോലെ അല്ലെങ്കിൽ ആനകളെ പോലെ ഈ റാവൻസിന് കഴിയില്ല. റാവൻസ് കാണ്ട് ഡു ദാറ്റ്. അവർക്ക് അത്രത്തോളം സെൻസ് ഇല്ലല്ലോ. പക്ഷികളല്ലേ, ശബ്ദമുണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഒരു പ്രത്യേക തരം കരച്ചിൽ എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ ഒരു ശബ്ദമല്ലാതെ. എന്നിട്ടും എക്സ്ട്രാഓർഡിനറി, അസാധാരണമായി, എക്സ്ട്രാ ഓർഡിനറി means അസാധാരണം. അസാധാരണമായിട്ടൊന്നുമില്ല, പക്ഷെ സാധാരണമല്ല. നോട്ട് ബാഡ് എന്നവർ പറഞ്ഞത്. അവരുടെ പ്രകടനം നോട്ട് ബാഡ് മീൻസ് ഗുഡ്. കണ്ടോ? നോട്ട് ബാഡ് എന്തായിരിക്കും? നല്ലത്. അല്ലെങ്കിൽ പിന്നെന്താ? ചീത്ത അല്ലെങ്കിൽ പിന്നെന്താണ്? നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ബാഡല്ലേ? എങ്കിൽ നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആയിരിക്കണമല്ലോ. ഗുഡിന്റെ ഓപ്പോസിറ്റ് ബാഡ് അല്ലേ? ഗുഡ് ഓപ്പോസിറ്റ് ബാഡ്. അപ്പൊ നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ബാഡ്. അപ്പൊ നോട്ട് ബാഡ് എന്ന് പറഞ്ഞാല് ഗുഡ്. നല്ല പ്രവർത്തനമാണ്, നല്ല പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. നോക്കൂ. ഡു എനിത്തിങ് that might be seen as extraordinary. ഒരുപക്ഷെ നിങ്ങൾ അത്യസാധാരണം എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പറയില്ലായിരിക്കാം. ബട്ട് if as many as 50 ravens are told to perch quietly in a row. പക്ഷെ നമ്മുടെ സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ordered the birds to sit in row. നിരനിരയായിരിക്കാൻ പറഞ്ഞു. Very calmly they sat in a row. And he ordered it to fly. പറക്കാൻ പറഞ്ഞു. They flew. And he told it to perch. ചേക്കേറുക. PERCH പഠിച്ചാൽ നമ്മൾ perch, ചേക്കേറുക.
ഒരു പ്രത്യേക മരത്തിൽ പോയിരിക്കാൻ പറഞ്ഞു. They said പോയി. The birds, when he ordered, sat in a row. നിരനിരയായിരുന്നു. When he ordered, they flew. അവർ പറന്നു. When he ordered, they perched on a tree. ഒരു പ്രത്യേക മരത്തിൽ പ്രത്യേക സ്ഥലത്ത് പോയിരിക്കാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ അവിടെ പോയി ഇരുന്നു. 50-ലേറെ ഈ കാക്കകൾ ഒരു കൂട്ടം. നോക്കൂ. Someone replied within a few days. He was asked to bring his birds and he arrived ചെല്ലുക. Opposite departure with almost means മിക്കവാറും 100 trained ravens, 100 പരിശീലനം സിദ്ധിച്ച കാക്കകളുമായി ഒരു മനുഷ്യൻ വന്നു. അഡ്മിറ്റഡ്ലി അംഗീകരിച്ചേ പറ്റുള്ളൂ. Their training had not gone very bad. അവയുടെ പരിശീലനം ഒട്ടും മോശമായിരുന്നില്ല. That is to say, പറയാതെ പറ്റില്ല, they could not do anything that might be seen as extraordinary. അത്യസാധാരണമായിട്ട് ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും, but it as 50 ravens are told to perch quietly in a row in a specified spot. ഒരു specified spotൽ പ്രത്യേക ദിശയിൽ പ്രത്യേക സ്ഥലത്ത് when they are told to fly and sit, പറക്കാനും ഇരിക്കാനും പറഞ്ഞപ്പോൾ they made a row and flew and perched. അവർ നിരയായിട്ട് പറന്നു, നിരയായിട്ട് പോയിട്ട് മരത്തിൽ പോയിരുന്നു. നോക്കൂ. If they obey the command instantly, അങ്ങനെ, and if they obey the demand instantly, ഒരു പക്ഷിയോട് പറഞ്ഞിട്ടാണ്. നിങ്ങളൊരു കാക്കേനോട് പറഞ്ഞ് പറക്കട കാക്ക എന്ന് പറഞ്ഞു, കാക്ക പറക്കൂ, കാക്കന്ന് പറഞ്ഞു, പിന്നെ വരുത്തില്ല. ഇവിടെ അതുപോരാ. പറക്കാൻ പറയുമ്പോൾ പറക്കണം. നിരനിരയായി പറക്കാൻ പോകുമ്പോൾ നിരനിരയായിട്ട് തന്നെ പറക്കണം. ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, and they obey means അനുസരിക്കുക. His command instantly means പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പക്ഷികൾ ഇത് അനുസരിക്കുന്നുണ്ടെങ്കിൽ, is not that pretty impressive? എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞുകൂടെ അത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണെന്ന്. യെസ്, ഇറ്റ് വാസ് എ വെരി ഇംപ്രസീവ് തിങ്. വാട്ട് വാസ് ഇറ്റ്? അപ്പൊ ഈ 2 പാരഗ്രാഫിൽ നമ്മൾ പറയുന്നു. ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കണ്ടത് പട്ടികളുടെ അഭിനയത്തെ കുറിച്ചാണ്, പട്ടിക്ക് ഡ്യൂപ്പിളിനെ കുറിച്ചൊക്കെയാണ്. ബട്ട് ഇൻ ദീസ് 2 paragraphs we can see even the birds they use in their films. That is the importance of Hollywood. In the Hollywood film they use all kinds of creatures. എല്ലാ തരത്തിലും പെട്ട ജീവികൾ അവർ ഉപയോഗിക്കും. ഈവൻ ദ ബേർഡ്സ്, എസ്പെഷ്യലി റാവൻസ്, പക്ഷികളെ, പ്രത്യേകിച്ചും കാക്ക വിഭാഗത്തിൽപ്പെട്ട വലിയ കാട്ടുകാക്കകളെ they used. ആരാണ്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന മാന്ത്രിക സിനിമ സംവിധായകൻ. ആൻഡ് he put a notice in the press and അദ്ദേഹം പത്രത്തിൽ നോട്ടീസ് ഇട്ടു. And he got the reply. Hundreds of ravens were brought by a man, and all of them were the trained ravens. എല്ലാം പരിശീലനം ലഭിച്ച ravens ആയിരുന്നു. When the director Alfred Hitchcock ordered it to sit in a row, they sat. When he ordered it to fly, they flew. When he ordered it to stop, they stopped and perched. Is it very very impressive? ഇത് വളരെ താല്പര്യം തോന്നിക്കുന്നതല്ലേ? Yes, let us continue tomorrow.